لكم كل احترام. أنتم بنيتم أنتم زرعتم في همة حب الأنام، في همة حب الأنام. يا دعاة رب السماء، يا من صنعتم في الأرض نورا، يا قلوبا فيها الوفاء، بشراكم اليوم سرورا. أعلامنا قد شاع صدقا في سعيكم نحو السلام، كانت بداية. السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم على رسولك ونبيك محمد وعلى آله وصحبه أجمعين. أما بعد. ആദരണീയരും ബഹുമാന്യരുമായ അല്ലാഹുവിൻ്റെ അതിഥികളെ, ഞാൻ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഇവിടെ ഹജ്ജിൻ്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട വിശദീകരണ ക്ലാസ് വരാനുണ്ട്. അമീർമാർ ഇനിയും പ്രധാനപ്പെട്ട അമീർമാർ വന്നു ചേരാനുമുണ്ട്. അതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ, നമ്മൾ പോകുന്നത് എത്ര ക്ലാസ് കേട്ടാലും പലർക്കും ബോധ്യമാവാത്ത ഒരു സംഗതിയെ ഓർമ്മപ്പെടുത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇദാലിക് വമൻ യുഅള്ളിം ശആയിറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ഇഷ്ടഭാജനത്തെ ജീവിതത്തിൽ അടിക്കടി കണ്ടുകൊണ്ടിരിക്കുവാനും ഒപ്പം ഇരിക്കുവാനും സംസാരിക്കുവാനും ഒക്കെയുള്ള ഒരു ത്വര മനുഷ്യൻ്റെ മനസ്സിലുണ്ട്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. എന്നാൽ സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഹുബ്ബ്, ഈ സ്നേഹം ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് അള്ളാഹുവിനോടാണ്, ഉള്ളതും അള്ളാഹുവോടാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തിരിക്കാനൊന്നും കഴിയില്ല. കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആഗ്രഹത്തിൻ്റെ പിന്നാലെ വന്നതെന്ത് എന്ന് നമ്മളെ ഖുർആൻ പഠിപ്പിക്കുന്നുമുണ്ട്. നമ്മളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ കാണാനൊന്നും കഴിയില്ല. പക്ഷേ കാണണമെന്ന ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കുറേ സ്ഥലങ്ങൾ, ഇതാണ് മശാഇറുകൾ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ല. ആയത്ത് കാണാതെ പഠിച്ചപ്പോൾ എന്നാൽ ഒരു ആയത്ത് നമ്മൾ കാണാതെ പഠിക്കണമെന്നല്ല, കാണാതെ പഠിച്ചില്ല എന്ന് കരുതി നിങ്ങൾ ബേജാറാവേണ്ട. സഫയിൽ ചെല്ലുമ്പോൾ മേലോട്ട് നോക്കിയാൽ നല്ല കാലിഗ്രാഫിയിൽ മനോഹരമായി അവിടെ ഉണ്ട്, അത് നോക്കി ഇങ്ങനെ പറഞ്ഞാലും മതി. അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാർ ഇങ്ങനെ ഒന്ന് ഉറക്കെ പറഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്ക് ചെയ്യും. അങ്ങനത്തെ സംഗതികളൊന്നും ബേജാറാവേണ്ട എന്ന് ഞാൻ അടുത്ത് സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ മഷ്അറുകളാണ്. എന്താണ് ഈ മഷ്അറുകൾ? മക്കയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സംഗതികൾ ഇങ്ങനെ കുത്തി നിറച്ചിട്ടിക്കുകയാണ്. എന്നിട്ട് അവിടെ വന്ന് നമ്മളോട് ഈ നമ്മുടെ മനസ്സിൽ കാണുന്ന ഈ സ്നേഹത്തിൻ്റെ ബഹിർപ്രകടനം നടത്താൻ ആവശ്യപ്പെട്ടു. അതിനാണ് ഈ പോണത്. അതിന് പടച്ച തമ്പുരാനോടുള്ള സ്നേഹം നന്നായി മനസ്സിലിങ്ങനെ വളർത്തിക്കൊണ്ടുവരണം. നമ്മൾ നോക്കൂ, ഈ മക്കയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫ മൈതാനിയിൽ വെച്ചാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹവ്വാ ബീവിയെ കണ്ടുമുട്ടിയത് എന്നാണ് നമ്മളോട് പണ്ഡിതന്മാരായ ആളുകൾ, ചരിത്ര പുസ്തകങ്ങളൊക്കെ പറയുന്നത്. രണ്ട് സ്ഥലത്ത് ഭൂമിയിൽ എത്തിപ്പെട്ട അവർ ഇങ്ങനെ തെരഞ്ഞു നടന്ന് കണ്ടുമുട്ടിയത്, അത് അറഫ എന്ന പേര് വരാനുള്ള ഒരുപാട് അഭിപ്രായങ്ങളിൽ ഒന്നാണത്. അത് നമുക്ക് സ്വീകരിക്കാം, തള്ളേണ്ടതില്ല. ഈ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവിടെ വരുന്ന സന്ദർഭത്തിൽ കഅബാലയം എന്ന് പറയുന്ന ഒരു കെട്ടിടം അവിടെ ഉണ്ടായിരുന്നുവോ ഇല്ലേ എന്ന് പണ്ഡിതന്മാർ തർക്കിക്കുന്നുണ്ട്. ആ തർക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല.
ഇന്ന ഔവല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്ക. അത് ഉറപ്പാണ്. ഭൂമുഖത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ ആദ്യത്തെ ഗേഹം അതാണ്. ആ ഗേഹം നിർമ്മിച്ചതിന് ശേഷമാണോ ആദം നബി ഭൂമിയിലെത്തിയത് അല്ലയോ എന്ന തർക്കത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നതിന് മുമ്പ് തന്നെ ആ ഗേഹം അവിടെ ഉണ്ട് എന്ന് പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നുണ്ട്. അതിനെയും തള്ളേണ്ടതില്ല എന്നാണ് എൻ്റെ പക്ഷം. പിന്നെ ആ സ്ഥലത്ത് ആ ഗേഹത്തെ സംരക്ഷിച്ച് കാത്തു സൂക്ഷിച്ചു കൊണ്ടുവരേണ്ട ബാധ്യതയും ഈ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സന്താന പരമ്പരക്കും ഉണ്ടായി. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാലം വന്നപ്പോൾ പ്രളയം കേടുവരുത്തിയ കുറെ സംഗതികളുടെ കൂട്ടത്തിൽ കഅബാലയത്തിന് കേടുപാട് പറ്റി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയും അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകളുമാണ് മക്ക എന്ന് പറയുന്ന ഈ നാടിനെ പുതുക്കിപ്പണിത് ഇന്ന് പറയുന്ന ഒരു നാഗരികാവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുവരാൻ ആദ്യത്തെ പണിയെടുത്തവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കൂ, നിങ്ങൾ ബാബിലോണിയയിൽ നിന്ന് വളരെ ഫലഭൂയിഷ്ഠമായ ഒരു പ്രദേശത്ത് നിന്ന് ജീവിതത്തിന്റെ അവസാന കാലത്തുണ്ടായ ഒരു ചോരപ്പൈതൽ ആറ്റു നോറ്റ് പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു കുഞ്ഞിന് അവിടെ അള്ളാഹു പരീക്ഷിക്കുക. നമ്മളെയൊന്നും അള്ളാഹു അങ്ങനെയൊന്നും പരീക്ഷയില്ല. നമുക്ക് ചെറിയ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ബേജാറാണ്. ആ കുട്ടിയോടായി പോവരുത് അശദ്ദു ഹുബ്ബ്, അനുരാഗം, സ്നേഹം എന്നൊക്കെ പറയുന്ന, പ്രണയം എന്നൊക്കെ പറയുന്നത് സഹധർമ്മിണിയോടോ അവനവന്റെ മക്കളോടോ ഒന്നും ആയി പോവാൻ പാടില്ല. ഇബ്രാഹിം അങ്ങനെ സംഭവിച്ചു പോകുന്നുണ്ടോ ഇല്ലേ എന്ന് പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിജയിക്കുക. നമ്മളിങ്ങനെ പോകുമ്പോൾ കാണുന്ന ചില പ്രദേശങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അവിടെ മിനയിൽ നിന്ന് മക്ക ഭാഗത്തേക്ക് ബസ് ഇങ്ങനെ വരുമ്പോൾ ഒരു പാലത്തിന്റെ ചൂട്ടിലെത്തുമ്പോൾ അമീർമാര് ചൂണ്ടിക്കാണിച്ചിരുന്ന ഇടത്തോട്ട് നോക്കുക എല്ലാവരും എന്ന്. അവിടെ നിന്ന് ഒരു സ്തൂപത്തിന്റെ അടയാളം വെച്ച് സൗദി സർക്കാർ ആ സ്ഥലം ഇങ്ങനെ പ്രത്യേകം ആളുകൾക്ക് കാണാൻ വേണ്ടി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ ഒരു അരുമ സന്താനത്തെ അറുക്കാൻ വേണ്ടി ഒരു പിതാവ് കിടത്തിയ സ്ഥലമാണ് ആ കാണുന്നത്. കൂടെയുള്ള ആജിമാരായ ആളുകൾ പലപ്പോഴും നമ്മോട് പറയുന്നത്, ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന്, ആളുകളുടെ പ്രസംഗങ്ങളിൽ നിന്ന് ഈ സംഭവം ഇങ്ങനെ കേൾക്കുമ്പോൾ ഇത്ര വികാരത്തിന്റെ അടിമപ്പെട്ടു പോയിട്ടില്ല. പക്ഷേ ഇത് വന്നിങ്ങനെ ഇത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങൾ വല്ലാതെയായി പോകുന്നു. അവരുടെ ഈമാൻ ഇങ്ങനെ തിളച്ചു മറിയുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. ആ ഒരു സംഭവം കാണുമ്പോൾ അത് ഒരു എന്താ പറയാ, നമ്മൾ ഇങ്ങനെ പറഞ്ഞ മഷ്അറുകളൊന്നുമല്ല. എന്നിട്ട് കൂടി അങ്ങനെയുള്ള കുറേ സംഗതികൾ മിനയിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ 70-ൽ പരം അമ്പിയാക്കന്മാർ നമസ്കരിച്ച 70, 700 എന്നൊക്കെ പറയുന്ന അക്കങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ 70,000 എന്നത് മറ്റൊന്നാണ്, 20,000 വേറൊന്നാണ്. 70,000 അല്ലല്ലോ പഴമക്കാരുടെ 20,000. അനേകം എന്ന എണ്ണം കുറിക്കുവാനാണ് പലപ്പോഴും ഈ 7, 70, 700 ഒക്കെ അള്ളാഹുവിന്റെ കിതാബിൽ പറഞ്ഞത് എന്ന അഭിപ്രായക്കാരുണ്ട്. ധാരാളം അമ്പിയാക്കന്മാർ നിന്ന് നമസ്കരിച്ച ഒരു പള്ളി ഈ ഹജ്ജിന്റെ സമയത്ത് ഇതൊക്കെ ചെന്ന് അവിടെ എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ ഈ നേരത്തെ പറഞ്ഞ സിയാറകളിലൊക്കെ അത്തരം മഷ്അറകളുടെ മുമ്പിൽ ചെന്ന് നിന്ന് വിശദീകരിക്കാൻ അമീർമാർക്ക് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ, ജംറകളാവട്ടെ മറ്റുള്ള സംഗതികളാവട്ടെ, ഇത്തരത്തിലുള്ള കുറേ സംഗതികളിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. ഒരുപാട് അമ്പിയാക്കന്മാരുടെ ഒരു ചോരപ്പൈതലിന് വേണ്ടി ഒരു മാതാവ് ഇരുട്ട് ദാഹജീരി കുടിനീരിന് വേണ്ടി പെടാപ്പാടുപെട്ട തവക്കുലിന്റെ വല്ലാത്ത രൂപം പഠിപ്പിക്കുന്ന സഫയിൽ നമ്മൾ പങ്കെടുക്കാൻ പോകുന്നു. ഹാജറ ബീവി സഫയിൽ നിന്ന് മറവയിലേക്കും മറവയിൽ നിന്ന് സഫയിലേക്കുമുള്ള വല്ലാത്തൊരു ധൃതി പിടിച്ച നടത്തവും ഓട്ടവും ഒക്കെയുണ്ട്. അവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടുകയല്ല. ചെയ്യാനുള്ള സംഗതികൾ ഞാൻ ചെയ്യണം, അന്വേഷിക്കേണ്ടത് ഞാൻ അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിക്കാനുള്ള ഈ ഒരു മനുഷ്യന്റെ ഈ തവക്കുൽ എന്ന് പറയുന്നത് തവക്കുൽ അമലുൻ വഅമലുൻ എന്ന, ആദ്യം അമൽ മാത്രം പോരാ. അമൽ എന്ന് പറഞ്ഞാൽ ആഗ്രഹവും പ്രതീക്ഷയും, അള്ളാഹു തന്നോളും എന്നുള്ള ഒരു പ്രതീക്ഷ മാത്രം വെച്ച് പുലർത്തിയാൽ തവക്കുലാവൂല. വഅമലുൻ, അത് സാർത്ഥകമാക്കുവാനും അത് ഫലവത്താക്കുവാനും വേണ്ടിയുള്ള അധ്വാനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അധ്വാനമില്ലാത്തതിനെ തവക്കുൽ എന്നല്ല പറയാ, തവാക്കുൽ എന്നാ പറയാ. അത് വിരോധിച്ച കാര്യവും അഭികാമ്യമല്ലാത്തതുമാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ സംഗതികൾ ഇങ്ങനെ വിജയിച്ചു പോകുന്നതിനും നമ്മുടെ അതിശക്തമായ തവക്കുൽ ആവശ്യമാണ്. ആ തവക്കുൽ എന്തെന്ന് പഠിച്ചാൽ അത് തന്നെയാണ് തൗഹീദ്.
ആ തവക്കുൽ എന്തെന്ന് പഠിച്ചാൽ പിന്നീട് മനുഷ്യന്റെ ജീവിതത്തിൽ ശിർക്ക് എന്ന് പറയുന്ന സംഭവം വരില്ല. നമ്മൾ തവക്കുലിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഹോട്ടലുകളൊക്കെ ക്ലാസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ വിശദീകരിക്കുക കൂടുതലായി. പഠിക്കേണ്ട ഒരു വിഷയമാണത്, കൃത്യമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഹജ്ജ് യാത്രയിലുള്ള ഇത്തരം ഹജ്ജ് യാത്രയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പ്ലസ് പോയിന്റും അതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിരന്തരം അമീർമാരുടെ ക്ലാസ്സുകൾ ലഭിച്ചുകൊണ്ടിരിക്കും. സംശയ നിവാരണത്തിന് തർക്കിക്കാനും ഒക്കെ അവസരമുള്ള സംഗതികൾ. തർക്കം ഹജ്ജിലില്ലട്ടോ. ഹജ്ജു അഷ്ഹുറും മാലൂമാത്ത് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു സ്ലൈഡ് ഇടാൻ സാധ്യതയുണ്ട്. റഫസോ ഫുസൂഖോ ജിദാലോ പാടില്ലാത്ത അവസ്ഥ ഇപ്പോഴും പാടില്ല. നമ്മൾ ഹജ്ജിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ നമ്മൾ ഹജ്ജില. അപ്പൊ ആ മര്യാദയോടുകൂടി ഇങ്ങനെ പോവണം. ഈ മഷ്അറുകൾ ഞാൻ നീട്ടി സംസാരിക്കുകയില്ല. ഈ നാടിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട് മക്കയുടെ ബൗണ്ടറിയിൽ ചെന്ന് നിന്നുകൊണ്ടൊന്ന് തിരിഞ്ഞു നോക്കി. ആ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട മണ്ണാണിത്. നമുക്ക് ഓർമ്മ വേണം, ഒരു 10-30 ദിവസം അല്ലെങ്കിൽ 10-20 ദിവസം അവിടെ ഉണ്ടാകുന്ന മദീനത്തുള്ള ദിവസം കുറച്ചാണ് ഞാൻ പറയുന്നത്. ആ ദിവസങ്ങളിൽ മക്കയിൽ ചവിട്ടുമ്പോൾ അല്പം കാലിങ്ങനെ വിറക്കണം, പേടിക്കണം ശരിക്കും. ഞാൻ അതുകൂടി പറഞ്ഞിട്ടാണ് ഞാൻ അവസാനിപ്പിക്കുക. അത് വല്ലാത്തൊരു മണ്ണാണ്. ഞാൻ പുറത്തു പോരില്ലായിരുന്നു. ഇവിടെ ജീവിക്കുന്ന നിന്റെ മക്കൾ, ഈ മക്കയുടെ ഇപ്പോഴുള്ള ആളുകൾ എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ നമ്മളും മക്കയിൽ നിന്ന് തിരിച്ചു പോരും. ഒരു പ്രാവശ്യം ഹജ്ജ് ചെയ്യാൻ പോയി അല്ലെങ്കിൽ ഉംറ നിർവഹിക്കാൻ പോയി വരുന്നതിന് മുമ്പൊക്കെ നമ്മൾ ചിലപ്പോൾ വലിയ ഡയലോഗ് അടിക്കും. എന്താ അറിയാലോ, എന്തിനാപ്പോ ഒരു ഹജ്ജ് ചെയ്ത ആൾക്കാർ പിന്നെ ഹജ്ജ് ചെയ്യണ്, എന്തിനാപ്പോ ഒരു ഉംറ ചെയ്ത ആൾക്കാർ പിന്നെ ഉംറ ചെയ്യണ്, അത് ഏതെങ്കിലും പെൺകുട്ടിനെ കെട്ടിക്കാൻ കൊടുത്തൂടെ, അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കി വെച്ചു കൊടുത്തൂടെ എന്നൊക്കെ ഡയലോഗ് അടിക്കും. പക്ഷെ പോയി വന്നാൽ ഖിബ്ല എന്ന് പറയുന്ന ഒരു സാധനം, കഅബാലയത്തിന് ഖിബ്ല എന്നാണ് പേരിട്ടത്. ആ കഅബാലയത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് ഒരു പ്രപഞ്ചത്തിന്റെ താളത്തിലെ ഒരു ബിന്ദുവായി മാറാനുള്ള അവസരമാണ് നമുക്കുണ്ടാകുന്നത്. ഈ ആന്റി ക്ലോക്ക് വൈസിലുള്ള ഈ സംഗതി ഉണ്ടല്ലോ, പ്രപഞ്ചത്തിലെ ഒരു 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 എന്താ പറയുക, നമ്മുടെ ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺ പ്രോട്ടോണിനെ ചുറ്റുന്നത് അത് മുതൽക്ക് കോശത്തിലെ അത് മുതൽക്ക് ഈ ഗാലക്സികളിലെ നക്ഷത്രങ്ങൾ കറങ്ങുന്നത് വരെയുള്ള നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഈ രക്തചംക്രമണം, എന്തിനേറെ പറയണം, ഒരു മഴ പെയ്താൽ നമ്മുടെ പറമ്പിലുണ്ടാകുന്ന ഈ വള്ളികളില്ലേ ഇങ്ങനെ പടർന്നു കയറുന്ന, അതൊന്ന് വലിച്ചിട്ട് നോക്കൂ നിങ്ങൾ പോകുന്നതിൽ നിന്ന്. അവർ ആന്റി ക്ലോക്ക് വൈസിലാണ് കയറുന്നത്. അതൊന്ന് താഴേക്കിട്ട് നോക്കൂ, നിങ്ങൾ തിരിച്ചൊന്ന് ചുറ്റി വെച്ച് നോക്കൂ, നേരെ അവർ കിടക്കും നയക്കന്നെ. എന്നിട്ട് അള്ളാഹുവിൻ്റെ ആ പ്രകൃതിക്കനുസരിച്ച് അവർ പോകും. ഈ ആന്റി ക്ലോക്ക് വൈസിലുള്ള ഈ തവാഫ് ബൈത്തുൽ മഅമൂറിൽ നിരന്തരം മുകളിൽ ആകാശലോകത്ത് മലക്കുകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രപഞ്ചത്തിന്റെ താളത്തിൽ ഒരു ബിന്ദുവായി നിൽക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ പടച്ച തമ്പുരാനോടുള്ള അവാച്യമായ സ്നേഹമുണ്ടല്ലോ, അതിങ്ങനെ കരകവിഞ്ഞൊഴുകുന്ന പശ്ചാത്തലം ഉണ്ടാകണം. കഅബാലയം ആദ്യമായി കാണുമ്പം നടത്തുന്ന പ്രാർത്ഥനയുടെ അതിന്റെ മഹത്വത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്ലാസ്സുകളിൽ. അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പല ആളുകളും പല സന്ദർഭങ്ങളിലും ഇങ്ങനെ ബോധമറ്റ് വീണുപോകും. അത്രമേൽ നമ്മുടെ ഒരു വികാരമാണ് ആ മണ്ണ്. ആ മണ്ണിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിളിച്ചത്. ഇൻഷാ അല്ലാഹ് അത് വല്ലാത്തൊരു ഭാഗ്യമാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഈ നഗരത്തിലേക്ക് കടക്കുവാനുള്ള അതിരുകളുണ്ട്. നമ്മളിങ്ങനെ പോകുന്ന ഈ ജിദ്ദയിലൂടെ റോട്ടിൽ ഏതിൽ പോയാലും, ഒന്നുകിലെ ഗേറ്റുള്ള ഈ അതിൽ പോയാലും, ഇനി പാരലായിട്ടുള്ള ഹുദൈബിയയിലൂടെ പോയാലും, അപ്പുറത്തു കൂടെ ജഹ്റാനയിലൂടെ വന്നാലും, ആയിഷാപ്പള്ളിയുടെ ഭാഗത്ത് ആയിഷാപ്പള്ളി ആയാലും കുറേയുള്ള ബൗണ്ടറികൾ, ആ ബൗണ്ടറികൾ അതിരുകളാണ്. ആ അതിരുകൾക്കുള്ളിൽ മുഴുവനും ഹറമാണ്. ആ ഹറമിനകത്താണ് ഈ താമസം മുഴുവനും നമ്മളുടേത്. ആ പവിത്രത മറന്നുപോകരുത് എന്ന് പറയാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നത്. അതൊരു പവിത്രമായ മണ്ണാണ്. അവിടെ തർക്കിക്കുക, അവിടെ ഭക്ഷണത്തിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് തർക്കിക്കുക, റൂമിലെ അസൗകര്യങ്ങളെ കുറിച്ച് ഭ്രാന്ത് പിടിക്കുക, എന്നിട്ട് പരസ്പരം ഇങ്ങനെ നമ്മളുടെ ഈ ഹുർമത്തുകളൊക്കെ കളഞ്ഞു കുളിക്കുക, അതൊന്നും ചെയ്യാൻ പാടില്ല. ഒറ്റ കാര്യവും കൂടി, ആ മണ്ണ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ആ കഅബാലയത്തിൽ ഉടുതുണിയില്ലാതെ തവാഫ് ചെയ്യുന്ന ഒരു പശ്ചാത്തലം നിലനിന്നിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ
അലാ ഇന്നല്ലാഹ ഫറള അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു എന്ന് പറഞ്ഞ ആ സന്ദർഭത്തിൽ അവിടെ ഒരു ഒറ്റ കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടും. ആ സംഭവം പറയുന്ന ആ രംഗം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അതിനൊരു പ്രത്യേക സംഗതി പറയാനുള്ളത് കൊണ്ട് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഒരു സഹാബി മുമ്പിൽ ഇരിക്കുന്നുണ്ട് പ്രവാചകന്റെ മദീനത്തെ പള്ളിയിൽ. ഹജ്ജു, നിങ്ങൾ ഹജ്ജ് ചെയ്യണം. അഫീ കുല്ലി ആമിൻ യാ റസൂലല്ലാഹ്, ചോദ്യം, ഉടൻ ചോദ്യം വന്നു. അയാൾ അവിടെ ഇരുന്ന് ചോദിച്ചു, അഫീ കുല്ലി ആം, എല്ലാ കൊല്ലവും പോണോ പ്രവാചകരെ? പ്രവാചകൻ അത് കേൾക്കാത്ത പോലെ ഇങ്ങോട്ടിരിക്കുന്നു. അപ്പൊ അയാൾ അവിടെ നിന്ന് എണീറ്റ് വന്ന് ഇപ്പുറത്ത് നിന്നുണ്ട്, അഫീ കുല്ലി ആം യാ റസൂലല്ലാഹ്, എല്ലാ കൊല്ലവും വേണോ നബിയെ? പ്രവാചകൻ തലതായിത്തീരുന്നു. അയാൾ മുമ്പിൽ വന്നിരുന്ന് വീണ്ടും ആ ചോദ്യം ചോദിച്ചു, അഫീ കുല്ലി ആം. പ്രവാചകൻ മിണ്ടിയില്ല. പ്രവാചകൻ കേൾക്കാഞ്ഞിട്ടല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നു. നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു ചെറിയ സംഗതിയെ ഒന്നമർത്താനാണ് ഞാൻ ഈ സംഭവം പറയുന്നത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം ചോദിച്ചു ആ സദസ്സിനോട്, ഞാനെങ്ങാനും നഅം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എന്താ ഉണ്ടാവുക? നിങ്ങൾ ആണ്ടോടാണ്ട് വന്ന് ഹജ്ജ് ചെയ്യണ്ടേ? സാധിക്കുമോ? പ്രാക്ടിക്കൽ അല്ലത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കോടാനുകോടി മനുഷ്യന്മാരായ ആളുകൾ പ്രവാചകൻ നഅം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ. അതുകൊണ്ട് അനാവശ്യമായ ചോദ്യങ്ങൾ ഇങ്ങനെ തുരുതുരെ ചോദിക്കരുത്. ഇസ്രായേലിയരായ ഒരു ജനത അങ്ങനെ നശിച്ചു പോവാനുള്ള കാര്യം അവരുടെ ഈ അനാവശ്യമായ കാര്യത്തിലുള്ള ഈ ചോദ്യങ്ങൾ, അത് പഠിക്കാൻ വേണ്ടിയുള്ള സംഗതികൾ ചോദ്യം ചോദിക്കുന്നതിന് നിങ്ങൾ അയ്ബ് കാണിക്കേണ്ടതില്ല, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഈ വെറുതെ ചോദ്യം ചോദിക്കുന്ന ചില സ്വഭാവങ്ങളുണ്ട്. അപ്പൊ അത് ആ വിഷയത്തിൽ എന്റെ വിഷയം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്യണമെന്ന് കൽപ്പിച്ചു. പക്ഷെ പ്രവാചകൻ പോകുന്നില്ലല്ലോ. എന്താ ചെയ്തത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ ആളുകൾ ഹജ്ജിന് പോകുന്നു, തയ്യാറായിക്കോളൂ എന്ന് വിളംബരം. എന്തുകൊണ്ട്? ഈ ഒരു സംഗതി മനസ്സിലുണ്ടാവണം. ഞാൻ ഇനി പറയുന്ന സംഗതി മനസ്സിലുണ്ടാവണം. എന്തുകൊണ്ട്? പ്രവാചകൻ രണ്ട് കാര്യങ്ങൾ അവിടെ അവസാനിപ്പിക്കണമെന്നുണ്ട്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ വഹുവ ലക തംലികുഹു വമാ മലക് എന്ന തൽബിയത്തിന്റെ ഭാഗം. പടച്ചതമ്പുരാനെ, നിനക്ക് പങ്കുകാരില്ല, പക്ഷെ ഒരാളുണ്ട്, ചിലരൊക്കെയുണ്ട്. ആ ചിലർക്ക് നീ കൊടുത്ത കഴിവിൽ നിന്ന് അവർ ഞങ്ങളെ സഹായിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അവരെ കൂടി വിളിച്ചു തേടുന്നുണ്ട്. ഇതൊന്ന് തിരുത്തണം. ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ ബൗണ്ടറികൾ ഉണ്ടല്ലോ, ആ ബൗണ്ടറിക്കകത്തേക്ക് ഈ കൊല്ലം മുതൽ ചവിട്ടാൻ പാടില്ല. ആര്? ഇന്നമൽ മുശ്രികൂന നജസുൻ. വിശ്വാസപരമായ മ്ലേച്ഛത ബാധിച്ച മനസ്സിൽ അല്ലാഹു അല്ലാത്തവർ ഇങ്ങനെ അഭൗതികമായ കാര്യത്തിൽ രക്ഷയും ശിക്ഷയും നൽകാൻ കഴിയുന്ന ആളുകളുണ്ട് എന്ന് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഈമാനുള്ള ആളുകളുണ്ടല്ലോ, ആ ഈമാനുള്ള ആ ആളുകൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല, കടന്നുകൂടാവർ. ഞാനും നിങ്ങളും ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട സൗദി സർക്കാർ നമ്മളെ വണ്ടി തടഞ്ഞിടും. എന്നിട്ട് അമീറിനോട് ബാക്കിയുള്ള ആളുകളുടെ പാസ്പോർട്ടൊക്കെ ഹാജരാക്കാൻ ആവശ്യപ്പെടും. ആ ചെക്കിംഗ് അവർ നോക്കുന്നത് മുസ്ലിം ആണോ അല്ലേ എന്ന് മാത്രമാണ്. മുസ്ലിം ആണോ അല്ലേ എന്ന് പരിശോധിക്കാനേ ഭൗതിക സൗകര്യങ്ങൾക്കാവൂ. മറ്റ് നമ്മുടെ നെഞ്ചകത്തല്ലേ നമ്മുടെ ഈമാൻ. ആ ഈമാനിനെ പെർഫെക്റ്റ് ആക്കണമെന്നാണ് ഞാൻ വളരെ വിനീതമായി നമ്മളോട് അപേക്ഷിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങോട്ട് ചവിട്ടാൻ യോഗ്യതയില്ലാത്തവരായി പോകും. ഞാനെന്താ പറയുന്നതെന്ന് വെച്ചാൽ, അത്തരത്തിലുള്ള വിശ്വാസപരമായ ഒരു കൃത്യത നമ്മൾ വരുത്തണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇലാഹ് എന്ന് പറയുന്നത് എന്താണ്? ഇലാഹ് എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾ അവരവരുടെ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ മാതാവിന്റെ മടിത്തട്ടിലേക്ക് ഓടിച്ചെല്ലുന്നതിന് അറബിയിൽ പ്രയോഗിക്കുന്ന പദമാണ് അലിഹ എന്ന ഹംസയും ലാമും ഹാവും ചേർന്ന് നിൽക്കുന്ന പദം. വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് ഏത് ശക്തിയിലേക്കാണ് തിരിയുന്നത് എന്നതാണ് നോക്കുന്നത്. എനിക്ക് വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടായി, ആ സന്ദർഭത്തിൽ എനിക്ക് എന്നെ രക്ഷിക്കുവാൻ ഇനി ആരുണ്ട് എന്നൊരു ചോദ്യം മനസ്സിൽ വരും. ആ സന്ദർഭത്തിൽ മനസ്സിലുണ്ടാകുന്ന ഉത്തരം ഏതാണോ അത് ഇലാഹാണ്. സമ്മതമൊന്നും ആവശ്യമില്ല. ഞങ്ങൾ ഇലാഹ് ആക്കുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ പറ്റില്ല. ഈ ആക്കലല്ലത്, ആയിപ്പോവലാണ്.
അത് വിശ്വാസപരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളും രക്ഷിതാക്കളോട്, മാതാപിതാക്കളോട്, സഹോദരന്മാരോട്, സഹോദരിമാരോട്, അനിയന്മാരോട്, അനിയത്തിമാരോട്, ഹജ്ജിനാണ് നമ്മൾ പോകുന്നത്. ഹജ്ജിനാണ് പോകുന്നത്. ആ ഹജ്ജ് സ്വീകരിച്ചു കഴിഞ്ഞാൽ മാതാവിൻ്റെ വയറ്റിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന സന്ദർഭത്തിലുള്ള പവിത്രതയും ആ പരിശുദ്ധിയുമാണ് ലഭിക്കാൻ പോകുന്നത്. അത് ലഭിക്കുന്നതിൻ്റെ ആദ്യത്തെ ഷർത്തും ഇതാണ്, ആ മണ്ണിലേക്ക് കടക്കുവാനുള്ള അവകാശം നേടിയെടുക്കുക എന്നത്. അപ്പൊ ഇങ്ങനെയുള്ള രണ്ടാമത്തെ ആയത്ത് അന്നൽ മസാജിദിലില്ല, നിങ്ങൾ അള്ളാഹുവിന്റെ ഭവനങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്, നിങ്ങൾ നിങ്ങളുടെ അലങ്കാരങ്ങൾ എടുത്തണിയാതെ വസ്ത്രം നന്നായി ധരിച്ചിട്ട് വേണം. ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്, തുണിയൊക്കെ കൊടുക്കണം, അവറത്തൊക്കെ മറച്ച് നന്നായിട്ട് വേണം പോവാൻ എന്നുകൂടി ആയത്തിറങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകൻ അതിനുശേഷം ഹജ്ജ് ചെയ്തു. അള്ളാഹുവിന്റെ പ്രവാചകൻ കാണിച്ചു എന്ന രൂപത്തിലുള്ള ഹജ്ജാണ് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ഹജ്ജിലാണ് നമ്മൾ ഉള്ളത്. കുറെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന യാത്രയാണ് ഹജ്ജ്. പക്ഷെ പ്രയാസങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ പേടിപ്പിക്കുന്നില്ല. അവിടെ വരുന്ന ഈ ലക്ഷോപലക്ഷം ആളുകൾക്കും പലരും അതിലെ മിക്കവാറും ആളുകൾ പ്രായമുള്ള ആളുകൾ തന്നെയാണ്. അവർക്ക് നമ്മളെപ്പോലെ രോഗങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കൂടുതൽ രോഗിയായി പോവാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ അമീറുമാർ നൽകുമ്പോൾ അത് ചിരിച്ചു തള്ളരുത്, അവഗണിക്കരുത്. അനുഭവം വെച്ച് നമ്മൾ പറയട്ടെ, എന്തു പറഞ്ഞാലും കേൾക്കൂല. എന്നിട്ട് അവസാനം കുറച്ച് ആദ്യത്തെ ദിവസങ്ങളിൽ ഇങ്ങനെ ഈ ഓവർ അനുഷ്ഠാന തീവ്രത എന്ന് ഞാൻ പ്രയോഗിച്ചാൽ നിങ്ങൾ എന്നോട് കയർക്കരുത്. ഒലുവ്, ഇബാദത്തുകളിലെ ഒലുവ് കൊണ്ട് കഷ്ടപ്പെട്ട് ഹജ്ജിന്റെ സമയമാകുമ്പോഴേക്ക് ഈ ശാരീരികമായി രോഗം ബാധിച്ചു പോയാൽ അതിന്റെ നഷ്ടായിരിക്ക. അപ്പൊ അങ്ങനെയുള്ള സംഗതികൾ അമീറുമാർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചോളണം. ബാക്കിയുള്ള സംഗതികളും കൃത്യനിഷ്ഠ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവണം. കൃത്യനിഷ്ഠ ഉണ്ടാകും. ഫ്ലൈറ്റ് പോകും എന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ നേരത്തെ ഇവിടെ ഹാലിക്ക് സൂചിപ്പിച്ച പോലെ എയർപോർട്ടിലൊക്കെ കൃത്യമായിട്ട് എത്തും. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി മക്കത്തെത്തുന്നവരെയുള്ള ബസ്സിലേക്കും കൃത്യമായിട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അവിടെയൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ യാസർ സൂചിപ്പിക്കും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇടപെടാം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ കിട്ടാത്ത വരുന്നൊരു സംഭവം എപ്പോഴാണ് അറിയോ? അവിടെയുള്ള യാത്രകൾ വളരെ ടൈം ബോണ്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയേറെ തിരക്കുള്ള സംഗതികളിൽ ഒരു ബസ്സൊക്കെ അങ്ങനെ കുത്തിത്തിരിച്ച് നമ്മുടെ ഹോട്ടലിൻ്റെ മുമ്പിൽ ഇങ്ങനെ കണക്കാക്കി വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള ജോലിയാണ്. ഡ്രൈവർമാർ അവിടെ പിടിച്ചിട്ടുണ്ടാകും. അവർ വരും 7 മണിക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ കറക്റ്റ് 7 മണിക്ക് വരും, ചിലപ്പോൾ കാണാൻ 8 മണിക്ക് വരുന്നു, ചിലപ്പോൾ അത് 8:30 വരെ ആവും. അവർ ബ്ലോക്ക് കുടിയായിരിക്കും. നമ്മളോട് അമീർ പറഞ്ഞിട്ടുണ്ടാവും 7 മണിക്കാണ് ബസ് എന്ന്. അപ്പോൾ നമ്മൾ കണക്കൂട്ടും, നമ്മൾ കേരളത്തിൽ നിന്നാണ് പോണത്. പലരും ഈ മതസംഘടനകളുടെ പരിപാടികൾ പോലും 4 മണി എന്ന് പറഞ്ഞാൽ 5 മണിക്കാണ് തുടങ്ങുന്നത്. അതൊരു നമ്മളാണല്ലോ ഈ വിഷയത്തിൽ ഈ ആളുകൾക്ക് ഈ ടൈം മാനേജ്മെന്റ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആളുകൾ. 7 മണിക്ക് ഇവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ പലരും ഉണ്ടാവും അപ്പം കക്കൂസിൽ. അപ്പം കുളിക്കാൻ ഞാൻ ഓളാണ് കുളിക്കാൻ കയറിയിട്ടേ ഉള്ളൂ. വല്ലാത്തൊരടങ്ങേറുണ്ടാക്കാവുന്ന ഒരു സംഭവമാണ് അതൊക്കെ. അപ്പൊ നമ്മളിപ്പോ ഈ മിനയിലേക്ക് പോകണം, പെട്ടെന്നായിരിക്കും സർക്കാരിന് അറിയിപ്പ് വരെ നിങ്ങൾ പോകേണ്ട സമയം ഇതാണ്, നിങ്ങളുടെ ബസ് ഇതാ റെഡി. അപ്പൊ നമ്മളിങ്ങനെ പിന്നെ അതിനൊക്കെ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, ഇത്തരം സംഗതികളൊക്കെ കുറേ കാത്തുനിൽപ്പിന്റെയും കുറേ സഹിക്കലുകളിൻ്റെയും കുറേ ക്ഷമിക്കലുടെയും ഒരു യാത്രയാണിത്. അത് പിന്നെ അസൗകര്യങ്ങളെ സൗകര്യങ്ങളാക്കി മാറ്റാനുള്ള ഹൃദയത്തെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ യാത്രയുടെ പ്രധാനപ്പെട്ട സംഗതി. അസൗകര്യങ്ങളായിരിക്കും ഉണ്ടാവുക, ആ അസൗകര്യങ്ങളെ സൗകര്യങ്ങളാക്കി മാറ്റുക. ഒരാൾ മറ്റൊരാളെ കുറ്റം പറയാതിരിക്കുക, എന്നിട്ട് എല്ലാവരും കൂടി അയാളുടെ അസൗകര്യത്തെ ഏറ്റെടുത്ത് ബാക്കിയുള്ള ആൾക്കാരിങ്ങനെ ലഘൂകരിച്ചു കൊണ്ടുപോകുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് പോകണം. ഞാൻ അതിലേക്ക് സംസാരിക്കുന്നില്ല. വേണമെങ്കിൽ വൈകുന്നേരം വരെ നമ്മൾ കൂടെ ഉണ്ട്. ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ വേണമെങ്കിൽ പിന്നെ ഇടപെടാം. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മൾ പോകുന്നത് മക്കയിലേക്കാണ്. മക്ക എന്ന് പറയുന്ന മണ്ണ് നമ്മൾ വീണ്ടും വീണ്ടും അങ്ങോട്ട് ഇങ്ങനെ പുറത്ത് കടക്കുമ്പോൾ തിരിച്ചു വിളിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് നമ്മൾ പിന്നെയും പോകുന്നത്, വീണ്ടും വീണ്ടും എത്താൻ. നമ്മുടെ ശ്രദ്ധ മുഴുവനും കേന്ദ്രീകരിക്കേണ്ട ഒരു കറുത്ത ഉടുപ്പിട്ട ഒരു കെട്ടിടത്തിൻ്റെ അടുത്തേക്ക്. നമ്മൾ ആ കെട്ടിടത്തിനെയാണ് അല്ല ഇതുവരെ ആരാധിച്ചത്, ആ കെട്ടിടത്തിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടാണെന്ന് ബോധ്യപ്പെടുന്ന സന്ദർഭം. ആ കെട്ടിടത്തെ അല്ല നമ്മൾ ആരാധിച്ചത്, ആ കെട്ടിടത്തിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ കെട്ടിടം ഇങ്ങനെ കാണുമ്പോൾ അവിടെ വലിയ ചെറുക്കൊന്നും അതിനില്ല.
അതൊക്കെ അതാത് സമയങ്ങളിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ നിങ്ങളോട് ഭംഗിയായി സംസാരിച്ച് നിങ്ങളെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റിയ ആളുകളാണ് 5-6 എണ്ണം നിങ്ങളുടെ കൂടെയുള്ളത്. അവിടെ ഒന്നും പേടിക്കണ്ട. ഒരുപാട് പഠിച്ച് ഇടങ്ങേറാവണം എന്നും എനിക്ക് അഭിപ്രായമില്ല. ഞാൻ ബാക്കിയുള്ളവർ പറയുന്നതിനെ ആൻറ്റി പറയില്ല. ഒരുപാട് പഠിച്ച് ഇടങ്ങേറായി ആവണമെന്നില്ല. നിങ്ങൾക്ക് തെറ്റിയൊന്നും ഹജ്ജ് ചെയ്യാൻ കഴിയൂല. നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ ചെയ്യുന്ന ഹജ്ജിനെ നിങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണിക്കും ചെയ്യുക. പിന്നെ സംശയങ്ങളുള്ള സംഗതികൾ ഹോട്ടലുകളിലെ ക്ലാസ് റൂമുകൾക്കകത്ത് കൃത്യമായി തീർക്കാനുള്ള സംവിധാനം ഓരോ ദിവസവുമുണ്ട്. വെള്ളിയാഴ്ച ഉണ്ടാവില്ല, സിയാറയുള്ള ദിവസങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ്സുകളിലൊക്കെ റൂമിൽ കിടന്നുറങ്ങാതെ വന്ന് ഇരുന്ന് തന്നാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ലക്ഷ്യം വെച്ച യാത്രയുടെ ഗൗരവം ഉൾക്കൊള്ളുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പോകുന്നത് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഏറ്റവും പവിത്രമായ സ്ഥലത്തേക്കാണെന്നും അവിടെ കാലുകുത്താനുള്ള യോഗ്യത നേരത്തെ പറഞ്ഞ അള്ളാഹുവിനെ വഹ്ദ ലാ ശരീക ല എന്ന് മനസ്സ് നന്നായി വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രമാണെന്നും ബോധ്യപ്പെടുന്നവരുടെ കൂടെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിലെ എല്ലാ സാലിഹായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ ഹജ്ജ് മഖബൂലും മബ്റൂറുമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.